പ്രാർത്ഥിക്കുന്നു. സ്വർഗം എല്ലാവർക്കും വിടുന്ന എല്ലാ കരുതലുകൾ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നാം ബൈബിൾ സർവേ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് നാം ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടൊരു കാര്യം. കുറേ മാസങ്ങളായി നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ഉള്ള സ്ഥലങ്ങളും അതിൻ്റെ സാഹചര്യങ്ങളും മുഴുവനും നമ്മൾ പഠിക്കാനും എഴുതുവാനുമുള്ള അന്തരീക്ഷം ദൈവം നമുക്ക് ഒരുക്കി തന്നു. ബൈബിളിൻ്റെ ഏകദേശം ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ലഭിക്കണം ഈ ബൈബിൾ സർവേയോടുകൂടെ ബന്ധത്തിലാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും വളരെ പരിജ്ഞാനത്തോടുകൂടെ ആ വചനത്തിലേക്ക് നീങ്ങണമേ എന്ന് ഒരു പ്രാവശ്യം കൂടി ഞാൻ ആവശ്യപ്പെടുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്തോത്രം ചില മേഖലകൾ നമ്മൾ ചിന്തിച്ചു. പ്രത്യേകിച്ച് ബൈബിളിൽ എത്ര അധ്യായമുണ്ട്, എത്ര വാക്യങ്ങളുണ്ട്, എൻ്റെ വാക്കുകളുണ്ട്, വലിയ അധ്യായം ഏതാണ്, ചെറിയ അധ്യായം ഏതാണ്, വലിയ പേരേതാണ്, ചെറിയ പേരെന്താണ് എന്നിത്യാദി വിഷയങ്ങൾ നമ്മൾ എഴുതുവാനും ചിന്തിപ്പാനും കർത്താവിൻ്റെ ആത്മാവിടിയാക്കി. അപ്പോൾ തന്നെ സ്തോത്രം BC 2166 അബ്രഹാമിൻ്റെ ജനനം എന്ന കാര്യം ചിന്തിച്ചു. BC 901 സ്തോത്രം BC 291 അബ്രഹാം കനാലിൽ പ്രവേശിച്ചു എന്ന വർഷം നമുക്ക് ലഭിച്ചു. 2066 BC 2066 ഇസഹാക്കിൻ്റെ ജനനം എന്ന് നമ്മൾ ചിന്തിച്ചു. 2006 BC യാക്കോബിൻ്റെയും ഏശാവിൻ്റെ ജനനം. ഇത് നമ്മൾ എഴുതിയായിരുന്നു? എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടില്ല. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഒന്ന് നോട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഉൽപ്പത്തി തന്നെ നമുക്ക് വരാം. സ്തോത്രം. നമുക്ക് 2 ഘട്ടമുണ്ട്. ഒന്ന് സൃഷ്ടി ഉണ്ട്, നോഹയുടെ കാലമുണ്ട്. അതിനകത്ത് വ്യക്തമായ കാലഘട്ടങ്ങൾ നമുക്ക് ലഭിക്കാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന കാലഘട്ടം 2166 BC അബ്രഹാമിൻ്റെ ജനനം ആരംഭിക്കുന്ന വാക്ക്. നമുക്കറിയാം പുസ്തകത്തിലെ ഏറ്റവും ചരിത്രം ആരംഭിക്കുന്നത് കൽദയ വംശക്കാരനായ അബ്രഹാമിൻ്റെ കാലത്തോടു കൂടിയാണ്. നമ്മളെ പുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ തിരുത്തൽ വരുന്ന വാക്ക്. ചരിത്രം മാറുന്നത് അബ്രഹാമിൻ്റെ വരവോടു കൂടിയാണ്. അപ്പോൾ അവിടെ നമ്മൾ ബൈബിൾ പഠിതാക്കളായ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് BC 2166 അബ്രഹാമിൻ്റെ ജനനമെന്ന് ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ബൈബിൾ പഠിക്കുന്ന വ്യക്തികൾ അത് ചിന്തിക്കുന്ന വാക്ക്. 2091 BC അബ്രഹാം കനാനിൽ പ്രവേശിക്കുന്ന വർഷമാണ്. അബ്രഹാം കനാലിൽ പ്രവേശിക്കുന്ന വർഷം, അതായത് ഊരിൽ നിന്നും ഹാരാനിലേക്ക്, ഹാരാൻ എന്ന് പറയുമ്പോൾ കനാൻ ദേശത്തിൻ്റെ എൻട്രിയാണ്. അപ്പം അവിടെ 20 എല്ലാവർക്കും കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് പഴയ വിശ്വാസിയോട് അടങ്ങിയിരിക്കുക. കിട്ടാത്തൊരു കിട്ടട്ടെ. സ്വതന്ത്രം. ഓക്കെ. രണ്ടാമത്തെ കാര്യം BC 2066 ഇസ്ഹാക്കിൻ്റെ ജനനം. BC 2066 ഇസഹാക്കിൻ്റെ ജനനമാണ്. ഞാൻ ചോദ്യം ചോദിച്ച ഇപ്പോൾ ചിത്ര സിസ്റ്റർ മണിമണിയാ പറയും. ഓർമ്മയുണ്ടല്ലോ? സ്വതന്ത്രത്തെ. ഓക്കെ. 2 BC 2006 യാക്കോബിൻ്റെയും ഏശാവിൻ്റെയും ജനനമാണ്. ഇതൊന്നും മെമ്മറിക്കകത്താണ്. 2006 നമുക്ക് മെമ്മറി കിടക്കുന്നതാണ്. അപ്പോൾ യാക്കോബിൻ്റെയും ഏശാവിൻ്റെ ജനനമാണ് BC 2006. അടുത്ത BC 1929 യാക്കോബ് ഹാരാനിലേക്ക് ഓടിപ്പോകുന്ന വർഷമാണ്. BC 1929 1929 നടന്നത് 1929 യാക്കോബ് ഹാരാനിലേക്ക് ഓടിപ്പോകുന്നു. അടുത്ത BC 1915 ജോസഫ് ജനിക്കുന്ന വർഷമാണ്. 1915. ജോസഫിൻ്റെ ജനനം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ജോസഫ് ജനിച്ച എത്ര വർഷമാണ്? 1915 BC.
1915. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ ജെസ്സി ആൻ്റിയൊക്കെ പ്രസംഗിക്കാൻ കൊതിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ ഇതൊക്കെ ഉപയോഗമായി തീരും. ഹല്ലേലൂയ, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അടുത്ത BC 1898, 1898. ജോസഫിനെ അടിമയായി വിൽക്കുന്ന വർഷമാണ്. ജോസഫിനെ അടിമയായി വിൽക്കുന്ന വർഷമാണ് 1898 BC. നമ്മൾ 31 ഡീപ്പായി പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി പെട്ടെന്ന് അങ്ങ് പൊക്കോളും. അതുകൊണ്ട് നമ്മൾ ചരിത്ര പുസ്തകങ്ങൾ, ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും നമ്മൾ അല്പം കർത്താവ് അനുവദിച്ചാൽ, സമയം ലഭിക്കുന്നുവെങ്കിൽ നമുക്കത് അല്പം ഡീപ്പായിട്ട് ബോധ്യപ്പെടാം. നമ്മൾ 1898 BC ജോസഫിനെ അടിമയായി വിൽക്കുന്ന വർഷമാണ്. കിട്ടിയല്ലോ. അടുത്ത BC 1885, 1885 യോസഫിൻ്റെ ഈജിപ്തിൻ്റെ ഭരണത്തിൻ്റെ ആരംഭമാണ്. ജോസഫിൻ്റെ ഈജിപ്തിൽ ഭരിക്കാൻ തക്കം തുടങ്ങുന്ന ഭരണ ആരംഭം തുടങ്ങുന്ന വർഷമാണ് BC 1885. കൊച്ചുമുളാൻറ്റി കുഴപ്പമില്ലല്ലോ, കിട്ടുന്നുണ്ടല്ലോ? കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും? അടുത്ത BC 1805, BC 1805 ജോസഫിൻ്റെ മരണം 1805. കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഏകദേശം, അതായത് അബ്രഹാം മുതൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ് എന്നീ 4 തലമുറയുടെ ക്രിസ്റ്റിയാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ കാതലായി ലഭിക്കേണ്ട പദങ്ങൾ. അതിനകത്ത് അബ്രഹാം ജനിക്കുന്ന വർഷം 2166, ജോസഫ് മരിക്കുന്ന വർഷം BC 1805. ഇത് നമ്മുടെ മനസ്സിനകത്ത് അത് നന്നായിട്ട് പതിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിനകത്ത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നിൽക്കുന്ന പുസ്തകമാണല്ലോ ഉൽപ്പത്തി പുസ്തകം. ആ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് 50 അധ്യായമുള്ള കാര്യം നമുക്കറിയാം. ഈ 50 അധ്യായത്തിൻ്റെ അകത്ത് 1533 വാക്യം. ഓർമ്മയുണ്ടല്ലോ? എഴുതണ്ട, അത് എഴുതിയിട്ടുള്ള ഷീനാൻറ്റി മറന്നുപോയെന്ന്. ഷീനാൻറ്റിക്ക് എന്തോ ഒരു ക്ഷീണമുണ്ട്. പ്രാർത്ഥിക്കാം, സ്തോത്രം ചെയ്യുക. 50 അധ്യായവും 1533 വാക്യം. ഇതാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒരു ഐഡിയാസ്. ഇനി അതിൻ്റെ ഒരു പിരിവ് കൂടി ഞാൻ പറയും. നിങ്ങളൊന്നും അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എഴുതിയെടുത്താൽ മതി. നിങ്ങളുടെ ഭാഷയിൽ, നിങ്ങളുടെ ഭാഷയല്ല, നിങ്ങളുടെ ആശയത്തിലങ്ങ് എഴുതിയാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു കണ്ണിക ഒന്ന് വായിച്ച് കൽപ്പിക്കുക, അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താം. ബൈബിളിലെ യഹൂദ തോറയിലെയും ആദ്യ പുസ്തകമാണ്. തോറ എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ? തോറ, കെതുബീം, നബീം എന്ന് പറഞ്ഞാൽ 24 പുസ്തകമാണ് എബ്രായ ബൈബിളിനകത്തുള്ളത്. അതിനകത്ത് നമ്മൾ പറയുന്ന ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട്, ലേവിയ, സംഖ്യ, ആവർത്തനം എന്ന 5 പുസ്തകത്തെയാണ് തോറ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്, മറക്കരുത്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. അതിനകത്ത് വരുന്ന ചിന്ത: 1 പ്രപഞ്ച സൃഷ്ടി, 2 മനുഷ്യൻ്റെ ഉത്ഭവം, 3 പാപത്തിൻ്റെ ഉത്ഭവം, 4 നോഹയുടെ കാലത്തെ ജലപ്രളയം, 5 അബ്രഹാമിൻ്റെ ചരിത്രം, 6 ഇസഹാക്കിൻ്റെ ചരിത്രം, 7 യാക്കോബിൻ്റെ ചരിത്രം, 8 ജോസഫ്. അപ്പോൾ 8 എന്ന ഓർമ്മ നമ്മുടെ അകത്തിരിക്കണം. സാർ, ഉൽപ്പത്തി എന്ന വാക്ക് വരുമ്പോൾ ആ 8 കാര്യം ഓർത്തോണം. തോറ എന്ന് പറഞ്ഞ ഓർത്തോണം. യഹൂദമാരുപയോഗിക്കുന്ന എബ്രായ ബൈബിളിൻ്റെ ആദ്യ പുസ്തകം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പഞ്ചേന്ദ്രിയ പുസ്തകം. അപ്പോൾ അതിനകത്തുള്ള ആദ്യ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ആദ്യ പുസ്തകമാണ്. അപ്പോൾ അതിനകത്തിരിക്കുന്ന 8 കാര്യം: 1 പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, മറക്കരുത്; 2 മനുഷ്യൻ്റെ ഉത്ഭവം, 3ാമത്തെ വാക്ക് പാപത്തിൻ്റെ ഉത്ഭവം, 4ാമത്തെ വാക്ക് നോഹയുടെ കാലത്തെ ജലപ്രളയം, 5ാമത്തെ കാര്യം അബ്രഹാം, 6ാമത്തെ കാര്യം ഇസഹാക്ക്, 7ാമത്തെ കാര്യം യാക്കോബ്, 8ാമത്തെ കാര്യം ജോസഫ്.
ഒന്ന് എന്നോട് ചേർന്ന് പറ്റുമെങ്കിൽ ഒന്ന് പറയാം ആർക്കെങ്കിലും. ഒന്ന് പ്രപഞ്ച സൃഷ്ടി, രണ്ട് മനുഷ്യന്റെ ഉത്സവം, മൂന്ന് കേൾക്കാം പാപത്തിന്റെ ഉത്ഭവം, നാല് നോഹയുടെ കാലത്തെ പ്രളയം, അഞ്ച് അബ്രഹാം, ആറ് ഇസഹാക്ക്. 18 വർഷത്തെ വിശ്വാസിയുടെ ഗുണമാണ് ഏറ്റവും വഴക്ക് കിട്ടിയതും ഏറ്റവും ബൈബിള്. ഞാൻ തോന്നുന്നു 18 വർഷമായിട്ടൊരു ഡയറി എഴുതി ഇപ്പം തന്നെ ഒരു ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി. ഓക്കെ, താങ്ക് യു സിസ്റ്റർ സ്വോത്രമ്മയ. അപ്പോൾ ആ 8 കാര്യം മെമ്മറി കിടക്കണം. ഈ 8 കാര്യത്തിൻ്റെ സംക്ഷിപ്തമാണ് ഉൽപ്പത്തി പുസ്തകം എന്ന് നമ്മുടെ മനസ്സിൽ കിടക്കണം. ഏകദേശമായിട്ട് കിട്ടിയല്ലോ. എത്ര കാര്യം? 8. സംഖ്യാശാസ്ത്രത്തിനകത്ത് നമ്മൾ 8. ഒന്നുകൂടി പറയുന്നു. ഒന്നാമത്തെ കാര്യം പ്രപഞ്ച സൃഷ്ടി, മനുഷ്യൻ്റെ ഉത്ഭവം, പാപത്തിൻ്റെ ഉത്ഭവം, നോഹയുടെ കാറ്റ് ജലപ്രളയം, അടുത്ത 5 അബ്രഹാം, 6 ഇസഹാക്ക്, 7 യാക്കോബ്, 8 ജോസഫ് എന്നീ 8 വ്യക്തികളെ അല്ലെങ്കിൽ 8 ആശയങ്ങൾ കൊണ്ട് പൊതിയപ്പെട്ടതാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഏകദേശമുള്ള ചരിത്രം കിട്ടുന്ന വാക്ക്. ഈ ഗോത്രപിതാക്കന്മാരുടെ ചരിത്രം എന്നിവ ഇതിനകത്ത് ഡീപ്പായി വിവരിക്കും. ആരൊക്കെ ഗോത്രപിതാക്കന്മാർ അറിയാമോ? അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിത്യാദികൾ. ഇനി അടുത്ത് ഗോത്രപിതാക്കന്മാരെന്ന് വാക്ക് വരുമ്പോൾ യാക്കോബിൻ്റെ 12 മക്കളാണ്. യാക്കോബിന് 12 മക്കള്. യാക്കോബിൻ്റെ 12 മക്കൾ എന്ന് പറയുമ്പോൾ ഇനി രണ്ടാമത്തെ ജയോത്തോണം മനശ്ശേനകത്തുണ്ട്, എഫ്രൈമുണ്ട്. അപ്പം മനശ്ശെ എഫ്രൈം കൂടി ചേർക്കുമ്പോൾ എത്രയായി? 2 കൂടി ചേർത്ത് 12 + 2 = 14. അപ്പോൾ ആ ചരിത്രം ഓർക്കണം. അപ്പോൾ ഈ 14 പേരുടെയും ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ അതിന് നമ്മൾ പറഞ്ഞ വാക്കാണ് ഗോത്രപിതാക്കന്മാരുടെ ചരിത്രമാണ്. അപ്പോൾ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, അടുത്ത് വരെ യാക്കോബിൻ്റെ കാലഘട്ടം മുതൽ ഗോത്രപിതാക്കന്മാർ വരികയാണ്. അപ്പോൾ ഈ ഗോത്രപിതാക്കന്മാർ വരുമ്പോൾ ഈ ഗോത്രപിതാക്കന്മാരുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ആ ചരിത്രം മൊത്തം ഇതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്ത വാക്കാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ ഇന്ന് 1 ദിനവൃത്താന്ത പുസ്തകം 5-ാം അധ്യായം രാത്രി ഒന്ന് വായിച്ചിട്ട് കിടക്ക് ഉത്തമമായിരിക്കും. ഞാൻ ഓരോ വാക്കുകൾ പറഞ്ഞിടുമ്പോൾ നിങ്ങൾ അതിനകത്ത് പഠിക്കും വായിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ വാക്ക് ജസ്റ്റ് ഒന്ന് ഇട്ടത് മാത്രമേ ഉള്ളൂ. ഇനി ആ ഭാഗത്തിനകത്ത് 50 അധ്യായത്തെ 2 തിരിക്കണം. നിങ്ങൾ എഴുതിക്കൊണ്ടം കിട്ടിയായിരുന്നു. ഞാൻ ഇനി പറയേണ്ട ആവശ്യപ്പെട്ട നോട്ട് പറയണമോ? ഞാൻ നോട്ട് പറയണമോ? കൊച്ചുപിള്ളേ നോട്ട് പറയണോ? നോട്ട് പറയണോ? ഞാൻ ഓർത്ത് നിങ്ങളങ്ങ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ സമയം നമ്മൾ നോക്കി നിൽക്കാത്തതുകൊണ്ട് ഫാസ്റ്റായി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ഒരു റഫ് നോട്ട് എഴുതിയാൽ കുഴപ്പമില്ല. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ബൈബിളിൻ്റെയും യഹൂദ തോറയിലെയും, തോറ എന്ന് പറയുമ്പോൾ ഓർത്തോണം പഞ്ചഗീത എന്തോ വന്ന് ബ്രേക്കിൽ എഴുതിക്കോണം. ഞാൻ ഓർത്തു നിങ്ങളെല്ലാം എഴുതിയതാണ്. ആദ്യ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം. നമ്പർ 1 പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, പ്രപഞ്ച സൃഷ്ടി. 2 മനുഷ്യൻ്റെ ഉത്ഭവം. 3 പാപത്തിൻ്റെ ഉത്ഭവം. പാപം എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റ് ഒന്നുകൂടി എഴുതിക്കോണം. ലംഘനം എന്നൊരു വാക്ക് വരണം. അധർമ്മം എന്ന വാക്കു ലഭിക്കണം. ഇതൊക്കെ ലംഘനത്തിൽ പാവവുമായിട്ട് ബന്ധവാക്ക്. നമുക്കിത് പറ്റുമെങ്കിൽ ഒരു സെക്ഷൻ നമുക്ക് ആ വിഷയം പാപം, അധർമ്മം, ലംഘനം എന്നീ വിഷയമായിട്ട് നമുക്ക് അല്പം ഒന്ന് ശാസ്ത്രീയപരമായി നമുക്ക് പഠിക്കാൻ പറ്റും. ദൈവം അനുവദിക്കുന്നെങ്കിൽ നോക്കാം. അടുത്ത് 1 പ്രപഞ്ച സൃഷ്ടി, 2 മനുഷ്യൻ്റെ ഉത്ഭവം, 3 പാപത്തിൻ്റെ ഉത്ഭവം. അടുത്ത അബ്രഹാം, അവൻ നോഹയുടെ പ്രളയത്തിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ നോഹയുടെ പ്രളയം. 4-ാമത്തെ കാര്യം. 5-ാമത്തെ കാര്യം അബ്രഹാം എന്ന് പറയുമ്പോൾ ചരിത്രം എന്ന വാക്ക് പറയണം. നിങ്ങളത് സമയം ലാഭിക്കാൻ ചരിത്രം പാടും, നിങ്ങൾക്ക് മനസ്സിൽ കിടക്കും. അതുകൊണ്ട് അബ്രഹാം, അടുത്ത് 6 ഇസഹാക്ക്, 7 പറഞ്ഞേ യാക്കോബ്, 8 ജോസഫ്. ഈ ഇത്രയും കാര്യമാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ, ഏറ്റവും പ്രാധാന്യമുള്ള സബ്ജക്റ്റ്. അപ്പോൾ തന്നെ ഗോത്രപിതാക്കന്മാരുടെ ചരിത്രവും ഇതിനകത്ത് വളരെ വിശാലതയോടെ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ആയിട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട്. ഗോത്രപിതാക്കന്മാരുടെ ചരിത്രം. ഗോത്രപിതാക്കന്മാർ പറയുമ്പോൾ ആരൊക്കെയാണ്? രൂബേനുണ്ട്, ഷിമിയോനുണ്ട്, നഫ്താലിയുണ്ട്. നിങ്ങൾ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ വിട്ട് ഇമ്പോസിഷൻ എഴുതിപ്പിച്ചൊക്കെ
കാര്യം അല്പം കൂടി ഡീപ്പായിട്ട് പഠിക്കാൻ സ്വതന്ത്രം. കാര്യം നിങ്ങളിങ്ങനെ ദൂരങ്ങളിൽ പലയിടങ്ങളിൽ ഇരിക്കുന്നതുകൊണ്ട് എന്നാലും ഇത്രയും സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങൾ പഠിക്കാനുള്ള ആർത്തി കാണിക്കുന്നതുകൊണ്ട് സ്വതന്ത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. വചനം പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും അതിനെ പ്രമാണിക്കുന്നവർക്കും എന്തുണ്ട്? ഒരുപോലെ പ്രതിഫലമുണ്ട്. ഓക്കെ, വെരി ഗുഡ്, സ്വതന്ത്രം. അപ്പോൾ ആ വാക്കിൻ്റെ യഥാർത്ഥ ആശയം മനസ്സിലായി. അപ്പോൾ ഗോത്രപിതാക്കന്മാരുടെ ചരിത്രവും ഇതിനകത്തുണ്ട്. അപ്പോൾ ഗോത്രപിതാക്കന്മാർ യാക്കോബ് അതിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ്. രൂബേൻ മുതൽ ബെന്യാമിൻ വരെയുള്ള വ്യക്തികളും അപ്പോൾ തന്നെ ആരൊക്കെയുണ്ട് പറഞ്ഞേ? മനശ്ശെ, എഫ്രൈം. അപ്പോൾ അങ്ങനെ 14 പേര് ക്രിസ്തു നമ്മളകത്തിരിക്കണം. ഇനി അടുത്ത വാക്ക് 50 അധ്യായം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ. 50 അധ്യായവും ഒരാൾ കാണുക പറഞ്ഞു. എത്ര വാക്യപ്പെടുന്നത് എൻ്റെ മൂത്തോക്ക് പറഞ്ഞു നോക്കാതെ. 1533. ഇപ്പോൾ മെമ്മറി കിടക്കണം. അപ്പോൾ 1533 വാക്യം. അപ്പോൾ ഈ 1533 വാക്യത്തെ അല്ലെ 50 അധ്യായം 2ആയിട്ട് തിരിക്കാൻ പോയി. 2ആയിട്ട്. നമ്പർ 1 പറയാട്ട് എഴുതാം. നമ്പർ 1 ആദിമ ചരിത്രം. ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ടുള്ള 2 പാർട്ടിൽ ആദിമ ചരിത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൃഷ്ടി മുതലുള്ള ചരിത്രമാണ്. അതിനകത്ത് നമുക്ക് പലതിൻ്റെയും ഇയർ കിട്ടാൻ സാധ്യത കുറവാണ്. അബ്രഹാമിൻ്റെ കാലം മൂലം നമ്മൾക്ക് ആ ഇയർ കിട്ടിയിട്ടുള്ളൂ. അഥവാ ഏതെങ്കിലും ഇയർ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ ഞാൻ നോക്കുന്നുണ്ട്. അത് ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും എഴുതി പഠിക്കാൻ തക്കണം പറ്റും. അപ്പോൾ ഒന്നാമത്തെ 50 അധ്യായത്തിൻ്റെ ഒന്നാമത്തെ കാര്യം പ്രധാനമായും ആദിമ ചരിത്രമാണ്. 1-ാമത്തെ അധ്യായം മുതൽ 11-ാമത്തെ അധ്യായമാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് വായിച്ചോണം. ചാപ്റ്റേഴ്സാണ്. ആദിമ ചരിത്രത്തിലെ 1-ാമത്തെ കാര്യം ചാപ്റ്റർ 1 to 11. ക്രിസ്റ്റ്യാനിറ്റി പുരീത പ്രവേല ശരി, ഓക്കെ. ചാപ്റ്റർ 1 to 11. അടുത്ത് പൂർവിക ചരിത്രം. ആദിമ പൂർവിക ഇയർലി വർഷത്തിന് മുമ്പിൽ. 2-ാമത്തെ കാര്യം നമ്മുടെ അതായത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാലം, അതായത് അബ്രഹാം മുതലുള്ള ചരിത്രമാണ്. അപ്പോൾ അബ്രഹാമിന് മുമ്പുള്ളതിന് നമുക്ക് അജ്ഞാതമാണ്. അതാണ് പറഞ്ഞ വാക്ക് ഏതാണ്? ആദിമ ചരിത്രം. അതാണ് ഉൽപ്പത്തി 1-ാം അധ്യായം മുതൽ 11-ാമത്തെ അധ്യായം വരെ. അടുത്ത് പൂർവിക ചരിത്രം എന്ന് പറഞ്ഞാൽ അബ്രഹാം മുതൽ നമുക്ക് ലഭിക്കുന്ന ചരിത്രമാണ്. ചാപ്റ്റർ 12 12-ാമത്തെ അധ്യായം മുതൽ 50-ാമത്തെ അധ്യായം വരെ. കിട്ടിയോ? സന്ധ്യ സിസ്റ്റർ കിട്ടിയായിരുന്നോ? കുഴപ്പമില്ലല്ലോ. അന്നമാൻറ്റി മനസ്സിലാകുന്നുണ്ടോ? അന്നമാൻറ്റി ഓക്കെ, കുഴപ്പം ശരി. അന്നമാൻറ്റി ശരീരമായിട്ട് എങ്ങനെ ഉണ്ട്? കുറവുണ്ടല്ലോ. ശരി, നമുക്കിത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാം. ഇറങ്ങി ഓടിക്കളയില്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ലഭിച്ചു 2 ആദിമ ചരിത്രം. ഓർമ്മയുണ്ട് ആദിമ ചരിത്രം. ഞാൻ ഷീനാട് ചോദിക്കും ആദിമ ചരിത്രം എത്ര അധ്യായം മുതൽ എത്ര അധ്യായം വരെ? അപ്പോൾ ചാടിക്കറി പറയണം. 1 to 11 ചാടി പറ. അടുത്ത പൂർവിക ചരിത്രം എന്ന് പറയുമ്പോൾ ചാടി പറയണം 12 മുതൽ 50 വരെ. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി ആശയമുണ്ട്. നമുക്ക് അബ്രഹാം വരെയുള്ള ചരിത്രമാണ് നമുക്ക് ഡീപ്പാക്കി കിട്ടുന്നത്. അബ്രഹാമിന് മുമ്പുള്ള ചരിത്രം നമുക്ക് പലതിൻ്റെ അജ്ഞാതമാണ്. അവിടെ സ്തോത്രം പറഞ്ഞ് മാത്രമേ കയറാൻ പറ്റൂ. അവിടെ ഒന്നും അത് വെളിപ്പെടുത്തുന്നെങ്കിൽ നമുക്ക് വെളിപ്പാട് കിട്ടത്തുള്ളൂ. സ്തോത്രം. ഓക്കെ. അപ്പോൾ അത് 2. അപ്പോൾ 50 അധ്യായം 2ആയി വിഭജിച്ചു. ഇനി ആ ഭാഗത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. ആ ഹെഡിങ് ആണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. നമ്പർ 1 അർത്ഥം, മീനിങ്. അർത്ഥം ഉൽപ്പത്തി എന്നിട്ടിട്ട് നിങ്ങൾ മേളിൽ ഒരു ചെറിയ സിംഗുലർ ഇൻവെർട്ടർ കോമ ഇട്ടാൽ, സിംഗിൾ ഇൻവെർട്ടർ കോമ ഇട്ടാൽ വലുതാ, സിംഗിൾ ഇൻവെർട്ടർ കോമ ഇട്ടാൽ. എന്നാൽ ഉത്ഭവം ബിഗിനിങ് ആണ്. ഉത്ഭവം അല്ലെങ്കിൽ ജനനം, ബർത്ത്. ഉൽപ്പത്തി എന്ന വാക്കിൻ്റെ അർത്ഥമാണ്
ഉൽപ്പത്തി എന്നാൽ ഉത്ഭവം അല്ലെങ്കിൽ ജനനം എന്നാണ് എൻ്റെ അർത്ഥം. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രപഞ്ചോൽപ്പത്തി, മനുഷ്യോൽപ്പത്തി, പാപോൽപ്പത്തി എന്നിത്യാ കാര്യങ്ങളാണ്. അതിനാണ് ഉൽപ്പത്തി എന്ന പദം തന്നെ ആ പേരിന് വരാൻ കാരണം. അതൊരു സംസ്കൃത പദമാണ് ആ പദം. ഓക്കെ, എബ്രായ ഭാഷ ഇതിനെ ബെറേഷീദ് ബ്രാക്കറ്റിൽ ഫസ്റ്റ് എന്നാണ്, ആദ്യം എന്ന വാക്കാണ് ബെറേഷീദ്. ചില സമയത്തൊക്കെ ചില അന്യഭാഷ പറയുമ്പോൾ ചില ഈ വാക്കുകളൊക്കെ വരുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ചില അന്യഭാഷ കേൾക്കുമ്പോൾ ചില എബ്രായ വേർഡുകൾ വരുന്നുണ്ട്. അപ്പോൾ ഓർത്തോണം, ബൈബിളിനകത്തുള്ള പദങ്ങളാണ്. നമുക്കറിയാം, നമ്മൾ അന്യഭാഷ പറയുന്നത് നമുക്ക് തിരിയുന്നില്ല. വ്യാഖ്യാനിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് ബോധ്യപ്പെടും. ബെറേഷീദ് എബ്രായ വാക്കാണ് ബെറേഷീദ്. അതിനകത്ത് ഫസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ, ആദ്യം, മലയാളത്തിൽ ആദ്യം. ഓർത്തോണം, ജോമൽ സിസ്റ്റർ ബെറേഷീദ് ഓർമ്മയുണ്ടല്ലോ, ബെറേഷീദ്. ഓക്കെ, ബെറേഷീദ്. അതെന്ന് പറഞ്ഞാൽ ഏത് ചോദ്യത്തിൻ്റെയും ആൻസർ തരുന്ന ഒരു പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയും ചോദ്യം. നമ്മൾ ഓർത്തോ, ജാതികളുടെ ഉത്ഭവം എത്ര അധ്യായം അറിയാലോ? 10-ാം അധ്യായം. നമ്മൾ 7 ജാതികൾ വായിക്കുന്നുണ്ട് ബൈബിളിനകത്ത്. 7 ജാതികളുടെ തുടക്കമെല്ലാം ഉൽപ്പത്തി 10-ാം അധ്യായത്തിന് അകത്താണ്. നിങ്ങൾ അത് വായിക്കണം. ഓക്കെ, അതുകൊണ്ട് ദൈവമക്കൾ, നമ്മൾ ബൈബിൾ സർവേ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓരോ അധ്യായങ്ങൾ വായിക്കണം കേട്ടോ. ഉൽപ്പത്തി പുസ്തകം മൊത്തം വായിക്കണം. വായിച്ചിട്ട് നിങ്ങൾ എന്നോട് പറയണം, ആ പാസ് ഉൽപ്പത്തി പുസ്തകം 1533 വാക്യം വായിച്ചു പാസ് എന്ന് പറയുമ്പോൾ എൻ്റെ ചിരി നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളെ ചിരി എനിക്കും കാണാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ് സ്വതന്ത്രം. അപ്പോൾ ബെറേഷീദ് ആദ്യം. അപ്പോൾ എന്തിൻ്റെയും ആദ്യമാണ് ഉൽപ്പത്തി എന്ന പേര് വരാൻ തക്കവണ്ണം കാരണമായത്. ഇനി രണ്ടാമത്തെ വാക്ക് സൃഷ്ടിപ്പിൻ്റെ വിവരണങ്ങൾ. ഞാൻ പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകത്തിന് പ്രധാന സവിശേഷതകളാണ്. അതിനകത്ത് രണ്ടാമത്തെ കാര്യം സൃഷ്ടിപ്പിൻ്റെ വിവരണങ്ങൾ. സൃഷ്ടിപ്പിൻ്റെ വിവരണങ്ങൾ. ദൈവം അത് അടിവരയിട്ട് ഒന്ന് ചിന്തിച്ചാൽ, സൃഷ്ടിപ്പിൻ്റെ വിവരണങ്ങൾ എന്ന് അടിവരയിട്ട് ചിന്തിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുക. ദൈവം ആകാശവും ഭൂമിയും 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചതും. അപ്പോൾ ഓർത്തോണം, മെമ്മറി കിടക്കണം, ദൈവം ആകാശത്തെയും ഭൂമിയെയും ഒക്കെ എടുത്ത ദിവസം 6 ഡേ ആണ്. ഈ 6 ദിവസം എന്ന് പറയുമ്പോൾ ഇന്ന് 15-ാം തീയതിയാണ്, നാളെ 12-ാം തീയതിയാണ് എന്നുള്ള ദിവസമല്ല. 1-ാം ദിവസം 2-ാം ദിവസം എന്ന് പറയുമ്പോൾ 1000 വർഷത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ടെന്നാണ് ചരിത്രം. 1000 വർഷം കേട്ടോ, 1000 വർഷം എന്ന ചരിത്രമുണ്ട്. അപ്പോൾ 6 ദിവസം വരെ എത്ര? 6000 അല്ലേ? 6000 വർഷത്തിൻ്റെ ചരിത്രമുണ്ട്. ഓരോ സൃഷ്ടിപ്പിൻ്റെ ഗ്യാപ്പ് 1000 വർഷത്തിൻ്റെ ഗ്യാപ്പുണ്ട്. നമുക്കൊരു ദിവസം, ദൈവത്തിന് 1000 ദിവസം വന്നാണ്. അപ്പോൾ ഓർത്തോണം, നമ്മൾ പറയുന്നത് ഇന്ന് 16-ാം തീയതി ഒന്ന് സൃഷ്ടിച്ചു, 16-ാം തീയതി വേറെ സൃഷ്ടിച്ചു എന്നുള്ള കണക്കിലല്ല. അവിടെ പറഞ്ഞ വാക്ക് 6000 വർഷത്തിന് ചരിത്രമുണ്ട്. അതൊക്കെ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ മാത്രമേ, പഠിതാവിന് മാത്രമേ അതിനെക്കുറിച്ചുള്ള ആഴമായി നമുക്ക് ബോധ്യപ്പെടുത്തുള്ളൂ. അപ്പോൾ ഒന്ന്, ദൈവം ആകാശവും ഭൂമിയും 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു. അതാണ് ഒന്ന്. 2, ആദാം, ഹൗവ എന്നിവിടെ വീഴ്ചയും 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്നതും, ആദാം, ഹൗവ എന്നിവയുടെ സൃഷ്ടിയും. പാപവീഴ്ചയും, പാപത്താൽ അവർ വീണുപോയ മേഖലകളും ഉൽപ്പത്തി പുസ്തകം 1, 2, 3 അല്ലെങ്കിൽ ഉൽപ്പത്തി 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ വളരെ സവിസ്തരമായി വിവരിക്കുന്നു. അപ്പോൾ മെമ്മറി കിടക്കണം. ചാപ്റ്റർ 1, 2, 3 ഈ 3 കാര്യമാണ് ഈ നാം വായിച്ച 6 ദിവസം സൃഷ്ടിച്ചതും, ആദാം ഹവ്വയുടെ
അവൻ സൃഷ്ടിയും അല്ലെങ്കിൽ അവർ ദൈവം ഉത്ഭവിച്ചതിൻ്റെ തെളിവുകൾ 3 അധ്യായത്തിനകത്ത് കിടക്കുന്ന വാക്ക്. ഉൽപ്പത്തി 1, 2, 3 അധ്യായത്തിനകത്ത് കിടക്കുന്ന വാക്ക്. ഞാൻ പറഞ്ഞ കാര്യം, ഉൽപ്പത്തി എന്ന് പറയുമ്പോൾ ഉൽപ്പത്തിയാണ് പാസ്റ്റ് എന്ന് പറഞ്ഞു പോകാനല്ല. ഉൽപ്പത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മെമ്മറിക്കകത്ത് പഠിച്ചവർക്കും ചിന്തിച്ചവർക്കും വായിച്ചവർക്കും മെമ്മറി കിടക്കണം. 1, 2 അധ്യായം 3 അധ്യായത്തിനകത്ത് എന്തൊക്കെയാണ് സൃഷ്ടിപ്പ്, ഭൂമിയുടെ സൃഷ്ടിപ്പ്, ആദാമിനെ ഹവ്വ സൃഷ്ടിച്ചത്. അടുത്ത വാക്ക് പാപ വീഴ്ചയും അല്ലെങ്കിൽ പാപത്താൽ സംഭവിച്ച പാപത്തിൻ്റെ പ്രവേശനവും ഇത് 3 അധ്യായത്തിനകത്ത് വിവരിക്കുന്നു. ഇനി അതിൻ്റെ 3-ാമത്തെ പാർട്ട്, പ്രധാന കഥാപാത്രങ്ങൾ, ക്യാരക്ടേഴ്സ്. കഥാപാത്രങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പേഴ്സൺസിനാണ് ഈ 1533 വാക്യത്തിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റായി പറയുന്ന വ്യക്തികളുടെ പേരുകൾ. 1 അബ്രഹാം, സാറ. അബ്രഹാം എവിടെയും കിട്ടിയില്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ പറയണേ, ചോദിക്കണേ പ്ലീസ്. അബ്രഹാം, സാറ. ഇസഹാക്കിന്റെ ഭാര്യയുടെ പേരെന്ന് പറയാമോ? ഗുഡ്. യാക്കോബിന്റെ? ഓക്കെ. അപ്പോ അബ്രഹാം, സാറ, ഇസഹാക്ക്, റബേക്ക, യാക്കോബ്, റാഹേൽ. കാര്യം ജോസഫിനെ കിട്ടുന്ന ആ മേഖലയ്ക്കകത്താണ് ജോസഫിന് ലഭിക്കുന്ന ബന്ധുനാമ യാക്കോബ്, റാഹേൽ. യോസഫ്. യോസഫിന്റെ ഭാര്യയുടെ പേര് പറയാമോ? ആസ്നത്ത്. ആന്റിക്ക് എവിടെ നിന്ന് കിട്ടിയ സിപ്പോറെ? ആരും കേട്ടില്ല, പോട്ടെ. ആസ്നത്ത് ജാതി സ്ത്രീ ആയതുകൊണ്ടാണ് ആസ്നത്തെ പേര് ഈ പുസ്തകത്തിനകത്ത് അത് ഇമ്പോർട്ടൻ്റ് പേഴ്സണകത്ത് വരാത്ത കാര്യം. അതുകൊണ്ട് ഞാൻ അത് പറയാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. അബ്രഹാം, സാറ, ഇസഹാക്ക്, റബേക്ക, യാക്കോബ്, റാഹേൽ, ജോസഫ് എന്നിവരിലൂടെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും പദ്ധതികളും വെളിപ്പെടുത്തുന്നതാകുന്നു ഈ പുസ്തകത്തിൻ്റെ ഏകദേശമുള്ള ചിന്ത. കിട്ടിയോ? എല്ലാവരും എഴുതിയായിരുന്നോ? കിട്ടിയോ? ഞാൻ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നത് ചോദിക്കുന്നില്ല, കാരണം നിങ്ങളുടെ അംബരീഷ് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട്. വെളിപ്പെട്ടു എന്നുള്ള ബാക്കി കേട്ടില്ല. എന്നിവരിലൂടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്, അതാണ് വിവരിക്കുന്നത്. ഞാൻ പറയുന്ന പോലെ എഴുതണ്ട, നിങ്ങളുടെ ആശയം കിട്ടിയാൽ ബാക്കി നിങ്ങളുടെ ഐഡിയ എഴുതിയാൽ മതി. കാര്യം അത് ഞങ്ങളൊക്കെ ബൈബിൾ കോളേജ് പഠിക്കുന്ന സമയത്ത് അങ്ങനെയാണ്. അല്ലാതെ ഒരിക്കൽ പോലും നമുക്ക് ആശയം കിട്ടത്തില്ല, അല്ലെങ്കിൽ അധ്യാപകൻ്റെ ആശയത്തിൽ നമ്മൾ പോകേണ്ടി വരും. നമുക്കൊരു പുതിയ ആശയം ബിൽഡപ്പ് ചെയ്യാൻ തക്കവണ്ണം ഈ നോട്ട്സ് നമുക്കത് പ്രയോജനമാറ്റി. അടുത്ത് രചന, റൈറ്റ്. ഇത് എഴുതിയ കാലഘട്ടം അല്ലെങ്കിൽ ഏകദേശ ഐഡിയ. രചന എന്ന മലയാളത്തിൽ റൈറ്റ്, ഡേറ്റ് ഓഫ് റൈറ്റിംഗ് എഴുതിയ കാലം. ടൈം എന്ന് എഴുതിയാൽ മതി. പാരമ്പര്യമനുസരിച്ച് ട്രഡീഷണലി ഉള്ള ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് മോശയാണ് ഈ പുസ്തകം എഴുതിയത്.
ആധുനിക സ്കോളേഴ്സ് അല്ലെങ്കിൽ പണ്ഡിതന്മാർ ബാബിലോണിയൻ പ്രവാസാനന്തര കാലഘട്ടത്തിൽ ബാബിലോണിന്റെ അടിമത്തം ഘട്ടത്തിൽ BC 5-ാം നൂറ്റാണ്ട് ഏകദേശ ചരിത്രമാണ്. BC 5-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുറപ്പാട് പുസ്തകം 24:18 ഒന്ന് വായിച്ചു തരാമോ? പുറപ്പാട് 24:18 അപ്പോസ്തലപ്രവൃത്തി 15:21. ആദ്യം പുറപ്പാട് 24:18 ദയവായിട്ടത് വായിച്ചു തരാം. മോശയോ മേഘത്തിന്റെ നടുവിൽ പർവ്വതത്തിൽ കയറി. മോശ 40 പകലും 40 രാവും പർവ്വതത്തിലായിരുന്നു. ഓക്കെ, 2 അപ്പോസ്തലപ്രവൃത്തി 15:21 വാക്യം കൂടെ. മോശയുടെ ന്യായപ്രമാണം ശബദതോറും പള്ളികളിൽ വായിച്ചു വരുന്നതിനാൽ അവ തെളിവായി. അപ്പൊ മോശയാണ് ഇത് എഴുതി എന്നുള്ള ഏകദേശ ഐഡിയ നമുക്ക് ആ ഭാഗത്ത് നിന്നും നമുക്ക് അംഗീകരിക്കാനും ഉൾക്കൊള്ളുവാനും കഴിയുന്നു. അപ്പോൾ തന്നെ ഒരു വാക്യം കൂടി മർക്കോസ് 12:26 കൂടി വായിക്കാമോ? മർക്കോസ് 12:26. എന്നാൽ മരിച്ചു അതാണ് 12:26 ആൻറ്റി. എന്നാൽ മരിച്ചു ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് മോശയുടെ പുസ്തകത്തിൽ യോഹന്നാൻ സുവിശേഷം 1:17 നിങ്ങൾ അങ്ങ് എഴുതിപ്പോയാൽ മതി, വായിക്കണ്ട. 1:17 5:46 യോഹന്നാൻ 5:46 യോഹന്നാൻ 7:19 കുറേ തെളിവുണ്ട്, പക്ഷെ നമ്മൾ ഇത്രയും മതി. അപ്പം എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം 5-ാം നൂറ്റാണ്ടിൽ ബാബിലോണി പ്രവാസക്കാലത്തിന് ശേഷമുള്ള സമയത്ത് മോശയെ കൂടിയാണ് എഴുതിയെന്നാണ് ചരിത്രകാരന്മാർ ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഇത്രയും വചനങ്ങളും തെളിവായിട്ട് ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. ഇനി ഞാൻ ഒരു ഏകദേശ ഐഡിയ ആണ് തരുന്ന വാക്ക്. 2 ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഘടന, സ്ട്രക്ചർ ഓഫ് ജനസിസ്, ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഘടന. സ്ട്രക്ചർ, ഒരു ഘടന, അത് ഹെഡിങ് ആണ്. ഞാൻ നേരത്തെ വായിച്ചു. നമ്പർ 1 ആദിമ ചരിത്രം, ഏർലി ഹിസ്റ്ററി, ആദിമ ചരിത്രം, മുൻകാല ചരിത്രം. അദ്ദേഹം ഓർമ്മ ഉണ്ടല്ലോ, ചാപ്റ്റർ 1-11 ക്രിസ്ത്യാനി പ്രീത, ആദിമ ചരിത്രം, ഏർലി ഹിസ്റ്ററി. അതിനകത്ത് നമ്പർ 1 ലോകത്തിന് സൃഷ്ടി, ആദാം ഹവ്വ, കയ്യൻ ഹാബേൽ, നോഹയുടെ പെട്ടകം, ബാബേൽ ഗോപുരം. കിട്ടിയില്ല, ഒന്നുകൂടെ പറയോ? ഏതാണ് കിട്ടാത്തത്? പറ. സൃഷ്ടി. ലോകത്തിന്റെ സൃഷ്ടി,
ആ 2 ഹാദാം ഹവ്വയുടെ സൃഷ്ടി. അതാ ഓക്കെ. അടുത്ത കയ്യൻ ഹാബേൽ സൃഷ്ടി അല്ല ജനിക്കുന്നു. ആ അടുത്ത ദ ആർക്ക് ഓഫ് നോഹ അല്ലെങ്കിൽ നോഹയുടെ പെട്ടകം. അടുത്ത ലാസ്റ്റ് ബാബേൽ ഗോപുരം. ഇതാണ് 1-ാം അധ്യായം മുതൽ 11-ാമത്തെ അധ്യായം വരെയുള്ള ആ ഒരു ചരിത്രം ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ. ഉൽപ്പത്തിൻ്റെ 1-ാമത്തെ സ്ട്രക്ചർ. 2-ാമത്തെ സ്ട്രക്ചർ പൂർവിക ചരിത്രം എന്ന് പറഞ്ഞാൽ അബ്രഹാം മുതലുള്ള ചരിത്രം. പൂർവിക ചരിത്രം അധ്യായങ്ങൾ അറിയാലോ, 12 മുതൽ 50 അധ്യായം വരെ. അവിടെ ശ്രേഷ്ഠമായ ഒരു കാര്യമുണ്ട്. അബ്രഹാമിൻ്റെ വിളി. ഉൽപ്പത്തി 11-ാമത്തെ അബ്രഹാമിൻ്റെ വിളി. നമ്പർ 1 അബ്രഹാമിൻ്റെ വിളി. അതിനകത്ത് പൂർവിക ചരിത്രം എന്ന ഹെഡിങ് ആണ്. അതിട്ട് അബ്രഹാമിൻ്റെ വിളി. അബ്രഹാമിൻ്റെ വിളി ശ്രേഷ്ഠ നമുക്കറിയാമല്ലോ. അബ്രഹാമിൻ്റെ വിളി. 2 ഇസഹാക്കിന്റെ ജനനം. അടുത്ത് യാക്കോബും തൻ്റെ മക്കളും. അടുത്ത ജോസഫ് ഈജിപ്തിലെത്തുന്നു. അതാണ് 12-ാം അധ്യായം മുതൽ 50-ാം അധ്യായം വരെയുള്ള ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ചരിത്രം. ഏകദേശം കിട്ടിയതിന് ഇനി എന്തൊക്കെ കിട്ടാണ്ടോ ആ ഭാഗം ഓക്കെ ആയല്ലോ. ഇനി ഇതിൻ്റെ ഒരു അടിസ്ഥാന വിവരം കൂടി ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ബേസിക് ഡീറ്റെയിൽസ്. ഒരു അടിസ്ഥാന വിവരം കൂടെ. ലക്ഷ്യം. നമ്പർ 1 ലക്ഷ്യം, എയിം. ആ ഭാഗം ഒന്ന് ബോധ്യപ്പെടുത്തരാം. 1 ലോക സൃഷ്ടിയെ ജനത്തിന് കൊടുക്കുക. ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ലോക സൃഷ്ടി വിവരണം രേഖപ്പെടുത്തുകയും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനത്തെ വേദനിക്കുകയും ചെയ്യുക. അത് എയിം. അപ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകം എഴുതേണ്ട ലക്ഷ്യം എന്താണ്? ലോക സൃഷ്ടിയെക്കുറിച്ചുള്ള ഒരു വ്യക്തമായൊരു ധാരണ സമൂഹത്തിന് കൊടുക്കുക, ജനത്തിന് കൊടുക്കുകയും അന്യപ്പെട്ടു പോയ ജനത്തെ സൃഷ്ടാവാം ദൈവത്തിങ്കിലേക്ക് ആരാധിപ്പാൻ അടുപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ലക്ഷ്യം. ഒന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞേ, ഞാൻ പറഞ്ഞ കാര്യം ബോധ്യപ്പെട്ടെങ്കിൽ പറഞ്ഞോ. ലോക സൃഷ്ടിയെ കുറിച്ചുള്ള ഒരു ധാരണ ജനത്തിന് കൊടുക്കുക. അടുത്ത് അന്യപ്പെട്ടുപോയ മനുഷ്യനെ ദൈവത്തെ ആരാധിക്കാൻ, സൃഷ്ടിതാവിനെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടി ആവർത്തിക്കാം. ലോക സൃഷ്ടിയുടെ വിവരത്തെക്കുറിച്ച് ജനത്തെ ബോധ്യപ്പെടുത്തി, അത് ജനം കൺഫ്യൂഷനായി പോകാതിരിക്കാനാണ് വിവരം വ്യക്തമായിട്ട് ഡീറ്റെയിൽസായി വിവരപ്പെടുത്തിയ ശേഷം പാപത്താൽ അന്യപ്പെട്ടു പോയ മനുഷ്യനെ
എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഉണ്ടാക്കിയ തന്നെ ആരാധിക്കാൻ ഗതിയാണ്, ദൈവത്തെ ആരാധിക്കാനാണല്ലോ. അതിൻ്റെ ആരംഭത്തിലാണല്ലോ പിശാച് ആ അന്തരീക്ഷം മാറ്റി അകറ്റിക്കൊണ്ടുപോയത്. അങ്ങനെ അകന്നുപോയ മനുഷ്യനെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്നതാണ് ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ എയിം, ലക്ഷ്യമെന്ന വാക്ക്. 2 പോയിന്റേ ഉള്ളൂ, പക്ഷെ ആഴമായ ദൂതാണ്. എഴുതിയായിരുന്നോ? കൊച്ചുമോൾ ആൻറ്റി, ജെസ്സി ആൻറ്റിയൊക്കെ എഴുതിയല്ലോ. ലാലി ആൻറ്റിയുടെ മുഖം എനിക്ക് കാണാൻ വയ്യ, പകുതി മാത്രമേ ആൻറ്റി കാണുന്നുള്ളൂ. ആൻറ്റി വർഷങ്ങളായിട്ട് പകുതിയെ കാണിക്കത്തുള്ളൂ. സ്തോത്രം. ഓക്കെ, അടുത്ത മനസ്സിലാണ്ടോ? മനസ്സിലാ, ലക്ഷ്യം മനസ്സിലാകുന്നുണ്ടല്ലോ. അടുത്ത വാക്ക്, ഇത് ആർക്ക് വേണ്ടിയാണ് എഴുതിയത്? ആർക്ക് വേണ്ടിയാണ് ഈ ഉൽപ്പത്തി പുസ്തകം എഴുതിയത്? ആർക്ക് വേണ്ടിയാണ്? ഒറ്റ പദവേ ഉള്ളൂ, ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടിയാണ്. ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ സമയം വളരെ ഫാസ്റ്റായിട്ട് പോവുകയാണ്. എനിക്ക് വേറെ 2-3 കാര്യം കൂടെ ബോധ്യപ്പെടുത്തുന്നുണ്ട്, പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല. കിട്ടിയായിരുന്നോ? ആർക്ക് വേണ്ടി എഴുതി? ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി. അടുത്ത വാക്ക്, എഴുതിയ കാലഘട്ടം. നമ്മൾ നേരത്തെ 5-ാം നൂറ്റാണ്ട് പറഞ്ഞു, പക്ഷെ ഏകദേശം ഒരു ഐഡിയ കൂടി ആ ഭാഗത്ത് എഴുതിക്കൊള്ളണം. എഴുതിയ കാലഘട്ടം BC 1480 മുതൽ BC 1480 1480 to 1410 അല്ല 10 1410 1410 ഇതാണ് എഴുതിയ കാലഘട്ടം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഈ എഴുതുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പേർഷ്യൻ പശ്ചാത്തലമാണ്. അപ്പോൾ നമ്മൾ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ മധ്യപൂർവ്വദേശം എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ദേശമാണ്. അതായത് ഗൾഫ് കൺട്രീസുകൾ. ഇതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. മിഡിൽ ഈസ്റ്റാണ് ഈ ഉൽപ്പത്തി പുസ്തകം അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയം എഴുതാൻ തക്കവണ്ണമുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റാണ്. മധ്യപൂർവേഷ്യ രാജ്യം, യൂറോപ്പോ മറ്റ് ഭൂഖണ്ഡമല്ല എന്നുള്ള കാര്യം ഓർത്തോണം. ഇനി ഇതിനകത്ത് 2 പ്രധാന വാക്യങ്ങളുണ്ട്. ഹെഡിങ് പ്രധാന വാക്യങ്ങൾ എഴുതിയിട്ട് ഈ 2 വാക്യമാണ് ഈ പുസ്തകത്തിൽ അതിപ്രധാനമായ 2 വാക്യം. ഒന്ന് വായിച്ചിടണം. നമ്പർ 1, ജനസിസ് ചാപ്റ്റർ 1:27. 1-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27. പറ്റുന്നിടത്തോടെ നിങ്ങൾ പറ്റുമെങ്കിൽ കാണാവുന്ന പഠിച്ചാൽ വളരെ നന്നായിരുന്നു. 1:27 വായിക്കാമോ? ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവൻ സൃഷ്ടിച്ചു. അങ്ങനെയല്ലേ? അല്ലെ? അങ്ങനെ ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ. ഇതാണ് 1-ാമത്തെ പ്രധാന വാക്യം. ദ ഇമ്പോർട്ടൻറ്റ് കീ വേർഡിൻ്റെ 1-ാമത്തെ വാക്യം മെമ്മറി കിടക്കണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ വാക്യമാണ് 1-ാമത്തെ വാക്യം. അതായത് ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, അടുത്ത് ആണും പെണ്ണുമായി അവൻ സൃഷ്ടിച്ചു. ഇതാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ 1-ാമത്തെ വാക്യം. 2-ാമത്തെ ഇമ്പോർട്ടൻ്റ് വാക്യം വായിക്കാമോ? 12-ാം അധ്യായം 2ഉം 3ഉം വാക്യം. ഉൽപ്പത്തി 12:2-3. വായിച്ചാലേ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാണ് ഈ 2 വാക്യം.
ഒന്നിൽ പറയുന്നു ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ വാക്യവും, 2 ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യം. ഈ 2 വാക്യങ്ങളാണ് ഈ ഉൽപ്പത്തി പുസ്തകം 1533 വാക്യവും 50 അധ്യായമുള്ള ഈ വാക്യത്തിനകത്തുള്ള ഇപ്പോൾ 2 വേടാണ്. ഒന്ന്, ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം 3-ാമത്തെ വാക്യം, ദൈവം അവരെ അനുഗ്രഹിച്ചു പദവാക്കാകുന്നു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായി തീരും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാണ് ഇതിനകത്ത് വാക്യം. കഴിയുന്നത്തോളം നിങ്ങൾ ഓരോ വാക്യങ്ങളും ദയവായിട്ട് ജെയ്സ് ഒന്ന് കാണാൻ പറ. ജെയ്സ് 2 വാക്യവും പാസ്റ്റർ മൂത്തോയി പറ. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലിയൊരു ജാതിയാക്കും, നിന്നാൽ ഭൂമിയിൽ സകല വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയുടെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ അർത്ഥം ഈ 2 വാക്യങ്ങൾ നിങ്ങൾ മനസ്സിലിരിക്കണം, കാണാതെ പഠിക്കുകയും ചെയ്യണം. ഇനി അടുത്ത ഒരു ചെറിയൊരു ആശയം കൂടി നമുക്ക് ആ ഭാഗത്ത് വരാം, എന്നിട്ട് നമുക്ക് അടുത്ത ദിവസത്തേക്ക് അത് മാറാം. ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇതിൻ്റെ വിഭജനം കൂടെ നമുക്ക് ക്രിസ്തുവിന് നമുക്ക് ആവശ്യമാണ്. ഉൽപ്പത്തി പുസ്തകവും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. 6 പോയിൻ്റ് ഉണ്ട്. 6 പോയിൻ്റ് എനിക്ക് അടുത്ത ദിവസം എനിക്ക് പറഞ്ഞു തരണേ, നോക്കാതെ മണിമണിയായിട്ട്. ക്രിസ്തുവും ഉൽപ്പത്തി പുസ്തകം, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകവും ക്രിസ്തുവും, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ക്രിസ്തുവിനെ പരാമർശിച്ചിരിക്കുന്ന 6 കാര്യം. നമ്പർ 1, സർപ്പത്തിൻ്റെ തല തകർക്കുന്ന സ്ത്രീയുടെ സന്തതി. സർപ്പത്തിൻ്റെ തല തകർക്കുന്ന കൃഷ്ണാൻറ്റി പുരീത പ്രവല പ്രവല എനിക്ക് ആൻറ്റിയാണ് ഒന്ന് ചെറിയൊരു പുരിയുന്നില്ലെങ്കിൽ പറയണം. ശരി. സർപ്പത്തിൻ്റെ തല തകർക്കുന്ന സ്ത്രീയുടെ സന്തതി നമ്പർ 1. ബ്രാക്കറ്റ് വേണമെങ്കിൽ 3:15 ഇട്ടോളണം. 3:15. 2, മനുഷ്യന്റെ നഗ്നത മറയ്ക്കുവാൻ, മനുഷ്യന്റെ നഗ്നത അല്ലെങ്കിൽ വിത്തൗട്ട് ക്ലോത്ത്സ്, അവർ തേജസ് നഷ്ടപ്പെട്ട ശരീരം, നഗ്നത മറയ്ക്കുവാൻ കൊല്ലപ്പെട്ട യാഗമൃഗം യേശുവിനെ ചിത്രീകരിക്കുന്ന 2-ാമത്തെ ആശയമാണ് അത്. ബ്രാക്കറ്റിൽ 3:21 3:21. മൂന്നാമത്തെ കാര്യം, പാപഫലമായി പാപം ചെയ്ത ശേഷം പാപഫലമായി കൊല്ലപ്പെട്ട നിർദോഷിയായ ഹാബേൽ. പാപഫലമായി കൊല്ലപ്പെട്ട നിർദോഷിയായ ഹാബേൽ ക്രിസ്തുവിനെ പ്രതിദാനം ചെയ്യുന്ന പദമാണ്. 4, നോഹയുടെ പെട്ടകം. രക്ഷയുടെ പെട്ടകം എന്ന് നമ്മൾ പ്രസംഗിക്കുക വാക്ക് പലയിടത്തും പുതിയ നിയമത്തിൽ ആ വാക്ക് ഉദ്ധരിച്ചിട്ടുണ്ട് ലേഖനക്കാർ. കൊല്ലപ്പെട്ട യാഗമൃഗം നോഹയുടെ പെട്ടകം. നോഹയുടെ പെട്ടകം 36-7 അധ്യായത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത 5-ാം അധ്യായം 5-ാമത്തെ പോയിന്റ്, മോറിയ മലയിൽ ബലിയാകുന്ന ആട്ടുകൊറ്റൻ. ഇസഹാക്കിന് പകരമായി
ആടിനെ യാഗം കഴിക്കുന്ന വിഷയമാണ്. മോറിയ മലയിൽ ബലിയാകുന്ന ആട്ടുകൊറ്റൻ. യേശു അങ്ങനെയാണല്ലോ, കാൽവരി എന്ന മലയിലാണല്ലോ തകർക്കപ്പെട്ടത്. യേശു കർത്താവിൽ തകർക്കപ്പെട്ട് മരിക്കുവാടി. അതേപോലെ നിഴലായിട്ട് മോറിയ മലയിൽ ബലിയാകുന്ന ആട്ടുകൊറ്റൻ. അടുത്ത 6ാമത്തെ കാര്യം, കുഴിയിൽ നിന്ന് ഉയർത്തപ്പെട്ട് ഭരണാധിപനായി തീർന്ന ജോസഫ്. യേശു മഹാരാജാവായി തീർന്നു എന്ന തെളിവിന് വേണ്ടിയാണ് ആ പദം വന്നിരിക്കുന്നത്. കുഴിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പെട്ട് ഭരണാധിപനായി തീർന്ന ജോസഫ്. ഒരാൾക്കൊന്ന് വായിച്ചു തരാമോ? 6 പോയിന്റ് എഴുതിയവർ, വ്യക്തമായിട്ട് എഴുതിയവർ വേഗത്തിൽ വായിച്ചത്. സർപ്പത്തിന്റെ തല തകർക്കുന്ന സ്ത്രീയുടെ സന്തതി. 3:10. കേൾക്കാമോ? വായിക്ക്. മനുഷ്യന്റെ നഗ്നത മറയ്ക്കാൻ കൊല്ലപ്പെട്ട യാഗം. 3 പാപഫലമായി കൊല്ലപ്പെട്ട നിർദോഷിയായ ഹാബേൽ. 4 നോഹയുടെ പെട്ടകം. 5 മോറിയ മലയിൽ ബലിയാകുന്ന ആട്ടിൻകൊറ്റൻ. 6 കുഴിയിൽ നിന്ന് ഉയർത്തപ്പെട്ട ഭരണാധിപതിയാക്കിയ ജോസഫ്. ഭരണാധിപനായി തീർന്ന ജോസഫ്. ഓക്കെ. അപ്പൊ ഈ 6 കാര്യമാണ് ഉൽപ്പത്തി പുസ്തകത്തിനകത്തുള്ള യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ വാക്ക്. ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞു നിർത്താം. കൃഷ്ണാന്റി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പറവില്ല. രണ്ടാമത്തെ കാര്യം, മനുഷ്യന്റെ നഗ്നത മറയ്ക്കാൻ, അല്ലെങ്കിൽ തേജസ്സിന്റെ വസ്ത്രം പോയല്ലോ ആന്റി. തേജസ്സിന്റെ വസ്ത്രം പോയപ്പോ തിരിച്ച് ഒരു മൃഗത്തെ കൊന്നിട്ടാണല്ലോ. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിച്ചിട്ട് നിർത്താം ഒറ്റ കാക്ക്. നമ്മൾ 50 അധ്യായവും 1533 വാക്യവും അടങ്ങിയിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിനകത്തുള്ള യേശു ക്രിസ്തു. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൻ്റെ എവിടെ മുറിച്ചാലും ചോര വരുന്ന പോലെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വെളിപ്പാട് പുസ്തകത്തിൽ 22-ാം അധ്യായം 21-ാമത്തെ വാക്യം വരെ ഉള്ള എല്ലാ വാക്യത്തിനകത്തും ഒളിഞ്ഞു നിൽക്കുന്ന ഏക വ്യക്തി നമ്മുടെ യേശു ക്രിസ്തു മാത്രമാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ സ്ത്രീയുടെ സർപ്പത്തിൻ്റെ തല തകർക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ തുടങ്ങിയ യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തി അവസാനത്തെ വെളിപ്പാട് പുസ്തകം വരെയും, കുഞ്ഞാടേ നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ സകല ഭാഷക്കാരും സകല ഗോത്രക്കാരും വിടുവിക്കപ്പെട്ടു എന്ന് വെളിപ്പാടുകാരനായ യോഹന്നാൻ വിളിച്ചു പറഞ്ഞ ശബ്ദം വരെയും യേശു 66 പുസ്തകത്ത് തെളിഞ്ഞും ഒളിഞ്ഞും പൊങ്ങിയും ഒക്കെ നിൽക്കുന്ന കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കുന്ന വാക്ക്. ഒരു വിശുദ്ധ വചനത്തിൻ്റെ പഠിതാവ നിലയിൽ പരിശുദ്ധാത്മ നമ്മെ ബോധിപ്പിക്കുന്ന ചില ചിന്തകൾ നാം ദൈവരാജ്യത്തിന് വേണ്ടിയും വഴിതെറ്റി പോകാതെയും വചനത്തെക്കുറിച്ച് നിറവ് പ്രാപിപ്പാൻ തക്കവണ്ണവും ഈ പുസ്തകത്തെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ പഠനം ചീർക്കുന്നില്ല, പഠനം ആത്മീയനാക്കി മാറ്റുന്നു. പഠനം നമ്മെ താഴ്ചക്കെട്ടുന്നില്ല, പഠനം നമ്മെ മേൽത്തട്ട് കൊണ്ടെത്തിക്കുന്നു. പഠനം നമ്മെ ഒരിക്കൽ ശൂന്യനാക്കി മാറ്റുന്നില്ല, ദൈവവചനത്തിന് പഠനം നിറവാക്കി മാറ്റുന്നു. വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു, നിക്കോദോമസിനോട് യേശുവിന് വാക്ക് പറയും, നിക്കോദോമോസേ, നീ ഒരു വലിയൊരു നേതാവായി, നീ വലിയൊരു പുരോഗതിനായി, നീ ജനത്തെ ഉപദേഷ്ടാവായി നിൽക്കുന്നുവെങ്കിൽ പോലും നിനക്ക് പുസ്തകത്തെക്കുറിച്ച് നിനക്കൊരു അറിവില്ലാതെ പോയല്ലോ എന്ന് ദുഃഖിക്കുന്ന ഒരു ശബ്ദം യേശു ക്രിസ്തു പറഞ്ഞ കാര്യം അറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബൈബിൾ ക്ലാസ്സിൽ ദൈവമക്കളോട് പറയുന്നു, എനിക്കും നിങ്ങൾക്കും, ഞാൻ നിങ്ങളെ ഈ വചനം ബോധ്യപ്പെടുത്തുമ്പോൾ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കും ഞാൻ അണ്ടർസ്റ്റുഡ് ആക്കുകയാണ്. ഞാൻ വായിക്കുകയോ ഞാൻ മനസ്സിലാക്കിയ വിഷയത്തെ ഒരു പ്രാവശ്യം കൂടി എനിക്ക് അതിനകത്ത് പഠിക്കാനും അക്സെപ്റ്റ് ചെയ്യാൻ തക്കവണ്ണം പറ്റുന്നത് എൻ്റെ ജീവിതത്തിനകത്തും ഒരു മോഡിഫൈ ചെയ്യുന്നു, എന്നെ രൂപാന്തരമാക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിനെ സന്തോഷകരമാക്കി മാറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി പറയുന്നു, ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ക്രിസ്തുവിനെ 6 ഇടങ്ങളിൽ നന്നായി ചിത്രീകരിച്ചിരിക്കുന്നു.
അങ്ങനെ ഈ 6 ചിന്തകളും നമ്മുടെ മെമ്മറിക്കകത്ത് കിടക്കട്ടെ. നമ്മുടെ കർത്താവ് തകർക്കപ്പെടും. നമ്മുടെ നഗ്നത മാറ്റിയത് യേശുവാണ്. നമ്മുടെ പാപത്തെ മാറ്റിയത് യേശു കർത്താവാണ്. അവൻ നമ്മുടെ കുഴിയിൽ നിന്നും കരയേറ്റ യേശു ക്രിസ്തു മാത്രമാണ്. അവൻ മറ്റാരും കുഴി കയറ്റിയില്ല. അങ്ങനെയെങ്കിൽ യേശു അവൻ തകർക്കപ്പെട്ടു, കുഴി കിടന്നു, യേശു ഉയർത്തെഴുന്നേറ്റു. അങ്ങനെയാണെങ്കിൽ ജോസഫിനെ ദൈവാത്മ ഭരണാധിപനാക്കി മാറ്റിയതുപോലെ പിതാവിന്റെ വലത്തുഭാഗം നമുക്ക് വേണ്ടി സകല മനുഷ്യന്റെയും പാപത്തിൽ മരിച്ചടക്കം ഉയർത്തുന്ന യേശു നമുക്ക് വേണ്ടുന്ന രാജാവും കർത്താവുമായി ആമയെ നിൽക്കുന്ന അന്തരീക്ഷമാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയകരമായി നിൽക്കുന്നത്. നമ്മുടെ കണ്ണടയ്ക്കാം. ഈ വചനത്തിന്റെ വെളിപ്പാട് നമുക്ക് വീണ്ടും നമ്മെ മോൾഡിഫൈ ചെയ്യട്ടെ. ഇനി നമുക്ക് ഉൽപ്പത്തി പുസ്തകം പഠിക്കേണ്ട ആവശ്യമാണ്. നിങ്ങൾ ആർത്തിയോടെ കാണിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. എല്ലാ അനുഗ്രഹത്താലും സ്വർഗത്തിൽ നിറയ്ക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആശംസയോടുകൂടെ നമുക്ക് ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിന് വിരാമം കുറിക്കാം. ആമേൻ. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ആമേൻ. ദൈവം നമ്മെ ഉയർത്തും, നമ്മെ കർത്താവ് മാനിക്കും. കോടാകോടിതൻ ദൂത സൈന്യവുമായി മേഘരൂഢനായി വരുന്നിതാ വിരവിൽ, തൻ പ്രിയ സുതനെ തന്നോട് ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ. കോടാകോടിതൻ ദൂത സൈന്യവുമായി മേഘരൂഢനായി വരുന്നിതാ വിരവിൽ, തൻ പ്രിയ സുതനെ തന്നോട് ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ. കരമുയർത്തി പറയാമോ? ഹാ 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 ലേലുയാ, 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 ഹാ